നിങ്ങളുടെ കുഞ്ഞ് കരയുമ്പോഴോ മലം വിസർജിക്കാൻ മുക്കുമ്പോഴോ പൊക്കിൾ ഭാഗം വല്ലാതെ പുറത്തേക്ക് തള്ളി വരാറുണ്ടോ? അതോ ആൺകുഞ്ഞുങ്ങളുടെ വൃഷ്ണസഞ്ചിയിൽ ഒരു വശത്ത് മാത്രം വീക്കം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല അമ്മമാരും സിസ്റ്ററെ കുഞ്ഞിൻ്റെ പൊക്കിളിൽ എന്തോ മുഴയുണ്ട് എന്ന് പറഞ്ഞ് പേടിയോടെ വരാറുണ്ട്. ഇത് ഹെർണിയ ആണോ അതോ വെറും നീർക്കെട്ടാണോ? ഏതാണ് അപകടം? ഒരു നേഴ്സ് എന്ന നിലയിൽ കുഞ്ഞുങ്ങളിലെ ഹെർണിയയും നീർക്കെട്ടിനെയും കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നവജാത ശിശുക്കളിലെ ഹെർണിയയും വൃഷ്ണങ്ങളിലെ വീക്കവുമാണ്. കുഞ്ഞുങ്ങൾ കരയുമ്പോൾ പൊക്കിൾ പുറത്തേക്ക് തള്ളി വരുന്നതിനെയാണ് അംബിലിക്കൽ ഹെർണിയ എന്ന് വിളിക്കുന്നത്. പൊക്കിൾ കൊടി പോയ ശേഷമുള്ള ആ ഭാഗത്തെ പേശികൾ ബലപ്പെടാത്തതാണ് ഇതിന് കാരണം. ഇത് സാധാരണയായി വേദനയില്ലാത്തതാണ്. 90% കുഞ്ഞുങ്ങളിലും 1-2 വയസ്സിനുള്ളിൽ ഇത് തനിയെ മാറും. പൊക്കിളിൽ നാണയം വെച്ച് കെട്ടുന്ന രീതികൾ ശാസ്ത്രീയമല്ല. ഇത് അണുബാധയ്ക്ക് കാരണമാകും. ഇൻഗ്വൈനൽ ഹെർണിയ, അതായത് തുടയിടുക്കിലോ സ്വകാര്യ ഭാഗത്തോ കാണുന്ന വീക്കമാണ് ഇൻഗ്വൈനൽ ഹെർണിയ. അംബിലിക്കൽ ഹെർണിയയെ പോലെ തനിയെ മാറില്ല. കുടലിൻ്റെ ഭാഗം താഴേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥയാണിത്. ഇത് കണ്ടാൽ ഉടൻ ഡോക്ടറെ കാണിക്കണം. കാരണം ഇതിന് പലപ്പോഴും ചെറിയൊരു ശസ്ത്രക്രിയ ആവശ്യമായി വരാം. ഇത് അവഗണിച്ചാൽ കുടൽ കുടുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഹൈഡ്രോസിൽ, ആൺകുഞ്ഞുങ്ങളുടെ വൃഷ്ണസഞ്ചിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനെയാണ് ഹൈഡ്രോസിൽ എന്ന് വിളിക്കുന്നത്. ഒരു വശത്തോ 2 വശത്തോ വീക്കം കാണാം. ഇത് സാധാരണയായി 1 വയസ്സിനുള്ളിൽ തനിയെ പോകാറുണ്ട്. എന്നാൽ വീക്കം കൂടുകയോ ചുവപ്പ് നിറം വരികയോ ചെയ്താൽ ഡോക്ടറുടെ പരിശോധന അത്യാവശ്യമാണ്. അപകട ലക്ഷണങ്ങളാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീക്കം ഉള്ള ഭാഗം വല്ലാതെ കട്ടി പിടിക്കുക, കുഞ്ഞ് നിർത്താതെ കരയുക, ഛർദ്ദിക്കുക, ആ ഭാഗത്ത് തൊടുമ്പോൾ വേദനിക്കുക എന്നിവ കണ്ടാൽ വൈകിക്കരുത്. ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ പറയട്ടെ, എല്ലാ വീക്കങ്ങളും അപകടകരമല്ല. പക്ഷേ കൃത്യസമയത്ത് തിരിച്ചറിയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ചെറിയ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു ടോക്കുമായി അല്ലെങ്കിൽ ഒരു ശിശുക്കളുമായി ബന്ധപ്പെട്ട പുതിയ അറിവുകളുമായി നമുക്ക് കാണാം. എൻ്റെ 11 വർഷത്തെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പേജ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇങ്ങനെയുള്ള കുഞ്ഞു അറിവുകളുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ബൈ. താങ്ക് യു.